Hi all, welcome to Study with PSC 10th Prelims പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കമ്പനി ബോർഡ് LGS മാത്സിന് വേണ്ടി സ്റ്റഡി വിൻ PSC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്വയർ റൂട്ട് ഓഫ് 1.44 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. 1.44ൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു ദശാംശ സംഖ്യയാണ്. ഒരു ദശാംശ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പം ആദ്യം ഈ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന സംഖ്യയിലെ ദശാംശ സ്ഥാനത്തിൻ്റെ പകുതിയായിരിക്കും സ്ക്വയർ റൂട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1.44 അതിനെ 144 എടുക്കുക. 144ൻ്റെ സ്ക്വയർ റൂട്ട് 12 തന്നിരിക്കുന്ന സംഖ്യയിലെ ദശാംശ സ്ഥാനത്തിൻ്റെ പകുതിയായിരിക്കും സ്ക്വയർ റൂട്ടിലുള്ളത്. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 2 അക്കങ്ങളാണ് ഉള്ളത്. അപ്പം അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരക്കേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ 1.2 ആണ് സ്ക്വയർ റൂട്ട്. ആൻസർ ഓപ്ഷൻ ബി 1.2. അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 ടീച്ചറുടെ വയസ്സ് എത്ര? സൊല്യൂഷൻ. ഇവിടെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10ഉം ടീച്ചറേയും കൂടെ ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 അതായത് 31 ആളുകളായപ്പം ശരാശരി വയസ്സ് 11 ഇവിടെ ആളുകളുടെ എണ്ണവും ശരാശരിയും 1 കൂടിയിട്ടുള്ളത്. അങ്ങനെ ആളുകളുടെ എണ്ണവും ശരാശരിയും 1 വീതം കൂടിയാൽ പുതുതായി ചേർന്ന ആളുടെ വയസ്സ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യാനുള്ള ട്രിക്ക് ഇതാണ്. ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്ലസ് ആദ്യത്തെ ശരാശരി പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 30, ആദ്യത്തെ ശരാശരി 10 പ്ലസ് 1, 30ഉം 10ഉം 40, 41, 41 വയസ്സാണ് ടീച്ചറുടെ വയസ്സ്. ആൻസർ ഓപ്ഷൻ ഡി. ഇനി ഇത് വേറൊരു രീതിയിലും ചെയ്യാം. ഈ ടൈപ്പ് പ്രോബ്ലം, അതായത് ആളും ശരാശരിയും 1 വീതം കൂടിയാൽ പുതുതായി ചേർന്ന ആളുടെ വയസ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 30, ആദ്യത്തെ ശരാശരി 10, ആളൊന്നുകൂടി 31 ശരാശരി 1 കൂടി 10 എന്നുള്ളത് 11 അപ്പോൾ ഇവിടെ ആളും 1 കൂടി ശരാശരിയും 1 കൂടി. ഇങ്ങനെയാണെങ്കിൽ പുതുതായി ചേർന്ന ആളുടെ വയസ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ 2 ക്രോസ് ഇട്ട് വയ്ക്കുക. ഏതെങ്കിലും ഒരു ക്രോസിലെ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പുതുതായി ചേർന്ന ആളുടെ വയസ്സ്. അപ്പോൾ ഇവിടെ ഈ 30ഉം 11ഉം കൂടി എടുക്കുക. 30 പ്ലസ് 11 41 ഇതായിരിക്കും പുതുതായി ചേർന്ന ആളുടെ വയസ്സ്. ഇവിടെ ഇപ്പോൾ ടീച്ചറുടെ വയസ്സായതുകൊണ്ട് 41 വയസ്സ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഈ ക്രോസ് അങ്ങ് ആഡ് ചെയ്യുക. അതായത് 10ഉം 31, 10 പ്ലസ് 31 41 പുതുതായി ചേർന്ന ആളുടെ വയസ്സ് 41 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഏത് മെത്തേഡിൽ വേണേലും ഇത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം. 7/8 തുല്യമല്ലാത്തത് ഏത്? സൊല്യൂഷൻ. 7/8 തുല്യമല്ലാത്തത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ 14/16. ഇതൊന്ന് വെട്ടിച്ചെറുതാക്കാം. അപ്പോൾ 2 കൊണ്ടാകുമ്പോൾ 2 7 14, 2 8 16 തുല്യമാണ്. ഓപ്ഷന് 8/7 തുല്യമാണ്. അടുത്തത് 35/40. ഇതിനെ വെട്ടിച്ചെറുതാക്കാം. 5 7 35, 5 8 40 ഇതും 7/8 തുല്യമാണ്. അടുത്തത് 21/32. ഇതിനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്നില്ല. 21/32 തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് 8/7 തുല്യമല്ലാത്തത്. ഇനി ഓപ്ഷൻ ഡി. നിങ്ങൾ പരീക്ഷയ്ക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷനൊന്നും ചെക്ക് ചെയ്ത് നോക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഓപ്ഷൻ ഡിയും കൂടെ ഒന്ന് ചെയ്യുവാണ്.
70/80, 0 വെട്ടി 7/8, അതും 7/8 തുല്യമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ചോദ്യം 2, 4, 8, 7 എന്നിവയുടെ ലസാഗു എത്ര? സൊല്യൂഷൻ. ചെറിയ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കാനായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. ചെറിയ സംഖ്യകളാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും അതിൻ്റെ ലസാഗു. അപ്പോൾ ചെറിയ സംഖ്യകളാണെങ്കിൽ അങ്ങനെ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ 2, 4, 8, 7 ഈ 2, 4, 8, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് നോക്കുക. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ്, 56. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, 56. ഇനി ഇത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തവരാണെങ്കിൽ സാധാരണ LCM മെത്തേഡ് യൂസ് ചെയ്യുക. അതായത് 2, 4, 8, 7. അപ്പോൾ ഇവിടെ 2 ഉണ്ട്. 2, 1, 2, 2, 2, 4, 2, 4, 8, 7. ഇനിയും 2 ഉണ്ട്. 1, 2, 1, 2, 2, 2, 4, 7. ഇനി ഈ സംഖ്യകളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. LCM ലസാഗു ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 7. 2, 2, 4, 4, 1, 4, 4, 1, 4, 4, 2, 8, 8, 7, 56. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടി പറയാം ട്രിക്ക്. തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും ലസാഗു. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം 1.363 പ്ലസ് 8.965 പ്ലസ് 0.0354 പ്ലസ് 0.0068 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക, അതായത് ഇത് ആഡ് ചെയ്യുക. 1.363 പ്ലസ് 8.965 പ്ലസ് 0.0354 പ്ലസ് 0.0068. ആദ്യത്തെ 2 സംഖ്യകൾക്ക് ഡെസിമൽ പോയിന്റിന് ശേഷം 3 അക്കങ്ങളേ ഉള്ളൂ. ബാക്കി 2 അക്കങ്ങൾക്ക് ഡെസിമൽ പോയിന്റിന് ശേഷം 4 അക്കങ്ങളുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ 2 അക്കങ്ങൾ ഡെസിമൽ പോയിന്റിന് ശേഷം 4 അക്കാക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 0 അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ 8, 4, 12, ശിഷ്ടം 1, ശിഷ്ടം താഴെ ഒന്ന് എഴുതുവാണേ. 3, 5, 8, 8, 5, 13, 6, 19, 1, 20, 0, ശിഷ്ടം 2, 6, 6, 12, 12, 3, 15, 15, 0, 15, 2, 17, ശിഷ്ടം 1, 9, 3, 12, 12, 0, 12, 12, 1, 13, ശിഷ്ടം 1, 8, 1, 9, 1, 10. 10.3702. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം ഒരാൾ 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 10% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? സൊല്യൂഷൻ. ഇവിടെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 1400 രൂപ, നഷ്ടം ലോസ് പെർസെൻറ്റേജ് 10%. വാങ്ങിയ വിലയും നഷ്ടശതമാനവും തന്നാൽ വിറ്റ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വിറ്റ വില സെല്ലിംഗ് പ്രൈസ് SP ഈസ് ഈക്വൽ ടു വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിറ്റ വില സെല്ലിംഗ് പ്രൈസ് SP ഈസ് ഈക്വൽ ടു വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 1400 ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് 100 മൈനസ് 10 90 ഡിവൈഡഡ് ബൈ 100. 14 ഇൻറ്റു 90 0 4 9 36 ശിഷ്ടം 3 9 3 12. 1260 വിറ്റ വില. ആൻസർ ഓപ്ഷൻ ബി. ഇങ്ങനെ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം.
അല്ലാതെയും കണ്ടുപിടിക്കാം. അതായത് 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 10% നഷ്ടത്തിനാണ് വിറ്റത്. അതായത് 1400 രൂപയുടെ 10% നഷ്ടം. അപ്പോൾ 1400 രൂപയുടെ 10% എന്ന് വെച്ചാൽ 140 രൂപയാണ്. അതായത് ഒരു സംഖ്യയുടെ 10% എന്ന് പറയുന്നത് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് ഒരക്കം മാറ്റി ഒരു പോയിന്റ് ഇടുന്ന. അപ്പോൾ 1400 രൂപയാകുമ്പം 1400ൻ്റെ 10% എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് ഒരക്കം മാറ്റി ഒരു പോയിന്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ 1400ൻ്റെ 10% 140 രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത്. അപ്പോൾ വിറ്റ വില കണ്ടുപിടിക്കാനായിട്ട് ഈ വാങ്ങിയ വിലയിൽ നിന്ന് നഷ്ടം അങ്ങ് കുറച്ചാൽ മതി. അതായത് 1400 മൈനസ് 140 1260. ചോദ്യം, ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുക എത്ര? സൊല്യൂഷൻ. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ 2, 3, 5, 7, 11. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 2 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 11. 2, 3, 5, 5, 5, 10, 10, 7, 17, 17, 11, 28. 28 ആൻസർ, ഓപ്ഷൻ ബി. ചോദ്യം, 2/5, 3/4, 8/9, 5/7. ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? സൊല്യൂഷൻ. ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിലെ വലിയ ഭിന്നസംഖ്യയോ ചെറിയ ഭിന്നസംഖ്യയോ കണ്ടുപിടിക്കാനായിട്ടൊരു ട്രിക്കുണ്ട്. ട്രിക്ക് ഇതാണ്. തന്നിരിക്കുന്ന ഭിന്നസംഖ്യയിലെ ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കുക, ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് ഈ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഒന്നും കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടാൽ മതി. അങ്ങനെ കിട്ടുന്നതിൽ ചെറിയ സംഖ്യ വരുന്നത് ചെറിയ ഭിന്നസംഖ്യ ആയിരിക്കും, വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ 2/5 ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുത്തു, 20 ആയി. 20/5 ഈസ് ഈക്വൽ ടു 4 ആണ്. അടുത്തത് 3/4 ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കാം, അപ്പോൾ 30 ആയി. 30/4 ആകുമ്പം അത് 7 പോയിൻറ്റ് സംതിങ് വരും, 7 എടുത്താൽ മതി. അടുത്തത് 8/9 ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കാം, ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് 8 പോയിൻറ്റ് സംതിങ് വരും, 8 എടുത്താൽ മതി. അടുത്തത് 5/7 ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കാം, ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 പോയിൻറ്റ് സംതിങ് വരും, 7 എടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ചെറിയ സംഖ്യ വരുന്നത് ചെറിയ ഭിന്നസംഖ്യ ആയിരിക്കും, വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യ ആയിരിക്കും. അപ്പോൾ ഇവിടെ 4, 7, 8, 7 ഇതാണ് സംഖ്യകൾ. അപ്പോൾ ഇവിടുത്തെ വലിയ സംഖ്യ 8 ആണ്. അപ്പോൾ 8 വരുന്ന ഭിന്നസംഖ്യ ഏതാണ്? 8/9 ആണ്. അപ്പോൾ ഇവിടുത്തെ വലിയ ഭിന്നസംഖ്യ 8/9 ആണ്. ഇനി ഇതിലെ ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഇതിലെ ചെറിയ സംഖ്യ 4 ആണ്. അപ്പം 4 വരുന്ന ഭിന്നസംഖ്യ ഏതാണ്? 2/5 ആണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ ഭിന്നസംഖ്യ ആണെങ്കിൽ അത് 2/5 വരും. ഓക്കെ, അടുത്ത ചോദ്യം, 54 km/മണിക്കൂർ ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ/സെക്കൻഡ്. സൊല്യൂഷൻ. 54 km/ഹവറിനെ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. km/ഹവറിനെ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ട് km/ഹവറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി മീറ്റർ/സെക്കൻഡിനെയാണ് km/ഹവറിലോട്ട് മാറ്റേണ്ടതെങ്കിൽ 18/5 കൊണ്ട് മീറ്റർ/സെക്കൻഡിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് രണ്ടും ഓർത്ത് വെച്ചോണം, രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഒന്നിൻ്റെ റെസിപ്രോക്കലാണ് മറ്റേത്. ഓക്കെ, അപ്പോൾ ഇവിടെ 54 km/ഹവറിനെ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പം 54നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15 മീറ്റർ/സെക്കൻഡ് ആണ് ആൻസർ. ഓപ്ഷൻ എ 15. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ ലസാഗു 36,
ഉസാഖ 6, ഒരു സംഖ്യ 12 ആയാൽ മറ്റേ സംഖ്യ എത്ര? സൊല്യൂഷൻ: രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഈസ് ഈക്വൽ ടു ലസാഗു ഇൻറ്റു ഉസാഖയാണ്. അതായത് രണ്ട് സംഖ്യകൾ n1 n2 ആണെങ്കിൽ n1 ഇൻറ്റു n2 ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF ആണ്. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ n1 ഈസ് ഈക്വൽ ടു 12, n2 എത്രയെന്ന് കണ്ടുപിടിക്കണം. ലസാഗു LCM 36, ഉസാഹ HCF 6. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 ഇൻറ്റു n2 ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 6. ദെർഫോർ n2 ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12. n2 ഈസ് ഈക്വൽ ടു 18. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.